ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ടോപ്പിക്ക് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ജി ഡി എ ആണ്. അതായത് ഒരു ജി ഡി എയുടെ ഉത്തരവാദിത്തങ്ങൾ, അവർ ചെയ്യേണ്ട ജോലി എന്താണെന്നതിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങളെല്ലാവരും പഠിച്ചിരിക്കണം. ഇത് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും എക്സാമിനൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ നോട്ട് നിങ്ങൾ എഴുതി വെക്കണം. ഇപ്പോൾ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് അവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നഴ്സുമാരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടേഴ്സിനെക്കാളും കൂടുതൽ മെയിൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നഴ്സുമാരാണ്. അപ്പോൾ ഡോക്ടർ ഒരു പാർട്ടാണ്, എങ്കിൽ പോലും നഴ്സുമാരാണ് എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുന്നത്. അപ്പോൾ അവരെ അസിസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു സഹകരിച്ച്, അതായത് ഒരു കൊളാബറേഷൻ വിത്ത് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമല്ല, വേറെ ഹെൽത്ത് കെയർ ടീംസ് ഉണ്ട്. അതായത് എക്സ്റേ, നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ ലാബ്, അങ്ങനെ ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റ് ഉള്ളു. അപ്പോൾ എല്ലാവരുമായിട്ട് ഒരു സഹകരിച്ചൊരു ടീമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറേ ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു കമ്മ്യൂണിറ്റി സെറ്റപ്പിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. എപ്പോഴും നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കണമെന്നില്ല. ചില ആൾക്കാരൊക്കെ നമുക്കറിയാം ഹോം കെയർ ബേസ്ഡ് അല്ലെങ്കിൽ കെയർ ഹോംസ് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരു വ്യക്തിയുടെ റോള് മാറാനുള്ള സാധ്യതയുണ്ട്. ഒരു ജി ഡി എസ് സ്റ്റാഫിന്റെ റോള് മാറാം. അപ്പം അത് അവർ അതെങ്ങനെയാ വേരി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർ ഏത് ഏരിയയിലാണോ വർക്ക് ചെയ്യുന്നത് അതനുസരിച്ചാണ്. ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ ICUലായിരിക്കും, ചില ആൾക്കാർ ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും, ചില ആൾക്കാർ സർജിക്കൽ വാർഡിലായിരിക്കും, ചില ആൾക്കാർ മെഡിക്കൽ വാർഡിലായിരിക്കും. അത് ഡിപ്പെൻഡ് ചെയ്താണ് അവരുടെ റോള് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ ചില ആൾക്കാർ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, നമുക്ക് ഹോം കെയർ സെറ്റിംഗ്സിലുണ്ട്, അതുപോലെ തന്നെ കെയർ ഹോംസിൽ വർക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങളും മാറുന്നതാണ്. ഒരു ജി ഡിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ മെയിൻ ആയിട്ട് പറയുവാണെങ്കിൽ പേഷ്യന്റെ കംഫർട്ട്, അതുപോലെ തന്നെ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക, നഴ്സുമാരെ അസിസ്റ്റ് ചെയ്യുക, പിന്നെ ക്ലീൻ ആൻഡ് ഹൈജീനിക് എൻവയോൺമെന്റ്, അതായത് പേഷ്യന്റ് കിടക്കുന്ന ആ സ്ഥലം നല്ല നീറ്റ് ആയിട്ട് ടൈഡി ആയിട്ടും വെക്കുക. അതൊക്കെയാണ് ഒരു ജി ഡി സ്റ്റാഫിന്റെ മെയിൻ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണുന്നത് കോമൺ ഡെസിഗ്നേഷൻസ് ഇൻ വേരിയസ് ഇൻഡസ്ട്രീസ് ഇൻക്ലൂഡ്, അതായത് നമ്മുടെ പല പേരുകളുണ്ട് നമുക്ക്. അപ്പോൾ അതിലൊരു പേരാണ് ബെഡ് സൈഡ് അസിസ്റ്റന്റ്, അല്ലെങ്കിൽ നഴ്സിംഗ് കെയർ അസിസ്റ്റന്റ്, നഴ്സിംഗ് എയ്ഡ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്, ഓർഡർലീസ് ഓർ ഓർഡർലി. ഇത്രയും ഡെസിഗ്നേഷൻ ആണ്. അത് നമ്മൾ പല പേരുകളിൽ അറിയപ്പെടുന്നതേ ഉള്ളൂ. സെയിം തന്നെയാണ്, ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമ്മുടെ കരിയർ പ്രോഗ്രഷനെ കുറിച്ച് പറയുവാണെങ്കിൽ, നമ്മൾ ആദ്യം ഒരു ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആയിട്ടായിരിക്കും കയറുന്നത്. അപ്പോൾ കുറേ വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെ നമ്മുടെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു ഇത് കണ്ടിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ സീനിയർ കെയർ അസിസ്റ്റന്റ് ആയിട്ട് മാറ്റും. അവിടുന്ന് നമുക്ക് സൂപ്പർവൈസർ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് GNM കോഴ്സ് ഇല്ലേ, അപ്പം നമ്മുടെ GNM കോഴ്സ് ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതായത് ഒരു മിഡ് വൈഫ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അത് പിന്നീട് നമ്മുടെ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് മാറും. അപ്പൊ കരിയർ പ്രോഗ്രഷൻ ഇതിനകത്ത് ഉള്ളതാണ്. അത് നമ്മുടെ ഒരു വർക്ക് ചെയ്യുന്ന കണ്ടീഷനും, പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നന്നായിട്ടാണോ, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് കരിയർ പ്രോഗ്രഷൻ ഇരിക്കുന്നത്. ഓക്കെ, ഇനി കാണാൻ പോകുന്ന കാര്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. വാട്ട് ആർ ദ കീ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് GDA. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പറയേണ്ടത്. ഇനി കാണാൻ പോകുന്ന പോയിന്റ്സ്. അപ്പോൾ അത് പോയിന്റ്സ് ആയിട്ട് മലയാളത്തിലാണെങ്കിലും എഴുതി വെച്ചാൽ മതി. അപ്പം എന്താണ് കീ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് GDA എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പം മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്, ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് വന്നു. അപ്പം പേഷ്യന്റ് ഡോക്ടർ നമ്മൾ പരിശോധിക്കുന്ന അവിടെ കിടത്താൻ പറഞ്ഞു. അപ്പോൾ ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ നടത്തി നോക്കണം. ചിലപ്പം വയറുവേദനയായിട്ടായിരിക്കും വന്നത്, അല്ലെങ്കിൽ ശ്വാസം മുട്ടലായിരിക്കും. അപ്പോൾ ഡോക്ടേഴ്സിനെ എക്സാമിൻ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള പ്രൊസീജിയറിനൊക്കെ ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ നഴ്സുമാരെ നമ്മൾ അസിസ്റ്റ് ചെയ്യുവാണ് ചെയ്യേണ്ടത്. പിന്നെ വൈറ്റൽ സയൻസ്, അതായത് ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ അവരെ അസിസ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെപ്പോലുള്ള സ്റ്റാഫ്മാർ കുറേ ഉണ്ട്. അപ്പോൾ അവർ വന്ന് നമ്മുടെ സാച്ചുറേഷനോ BP ഒക്കെ മെഷർ ചെയ്തൊരു പേപ്പറിൽ എഴുതി തരും. എന്നിട്ട് നമ്മൾ ഡോക്ടറിനെ മീറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ അതാണ് ഒരു GDയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ദ സേഫ്റ്റി ഓഫ് പേഷ്യൻസ്, അതായത് പേഷ്യന്റെ സേഫ്റ്റി. നമ്മളിപ്പം ഒരു പേഷ്യന്റ് ഇപ്പം ഒരുപാട് കിടക്കുവാണെന്ന് വെച്ചോ, അപ്പോൾ നമുക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം നൽകുക, അവരുടെ സേഫ്റ്റി. ഇപ്പം പേഷ്യന്റ് ബെഡ് റിഡൻ, കിടപ്പിലായ രോഗികളാണെങ്കിൽ പേഷ്യന്റ് സൈഡ് റെയിൽ കാണും, അതായത് ഒരു വേലി പോലുള്ള ഒരു സംവിധാനം കാണും പേഷ്യന്റ് താഴെ പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ നമ്മൾ ഇട്ടെന്ന് ഉറപ്പ് വരുത്തണം. പേഷ്യന്റ് സേഫ്റ്റി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വരുന്ന പെർഫോം അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് ഫങ്ഷൻസ് സച്ച് ആസ് റെക്കോർഡ് കീപ്പിംഗ്, മെയിൻറ്റെയിനിങ് ഓഫ് ഇൻവെന്ററി, ഷെഡ്യൂളിംഗ്, മീറ്റിംഗ് ആൻഡ് ഗ്രീറ്റിംഗ് പേഷ്യൻസ്. അപ്പം ഇതിനകത്ത് വരുന്നത് ഇൻവെന്ററി എന്ന് പറയുന്നത്, നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ കുറേ
ഇൻസ്ട്രുമെന്റ്സ് കാണാം, നമ്മുടെ BP അപ്പാരറ്റസ്, തെർമോമീറ്റർ. അപ്പൊ അതിന്റെയൊക്കെ എല്ലാ ദിവസവും നമ്മൾ എണ്ണം എടുക്കും, ഇത് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അതൊക്കെ മെയിൻ ആയിട്ട് നമ്മളായിരിക്കും ചെയ്യുന്നത്. പിന്നെ പേഷ്യന്റിനെ വിഷ് ചെയ്യുക, ചെല്ലുന്ന ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറയുക. പിന്നെ അതിന് അങ്ങനെയുള്ള റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതാണ് അടുത്ത ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ചേഞ്ച് സർജിക്കൽ ഡ്രസ്സിംഗ് ആൻഡ് ബാൻഡേജസ്. അപ്പം ഡ്രസ്സിങ്, ചെറിയ ഡ്രസ്സിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഡ്രസ്സിങ്ങുകളൊക്കെ നമ്മളാണ് ചെയ്യേണ്ടത്, ചെറിയ മുറിവുകളൊക്കെ ആണെങ്കിൽ. പിന്നെ അസിസ്റ്റ് പേഷ്യൻസ് ഇൻ ഔട്ട് ഓഫ് ബെഡ്. പേഷ്യന്റിനെ ബെഡിൽ നിന്ന് താഴെ ഇറങ്ങാനും തിരിച്ച് ബെഡിൽ കിടത്താനും വേണ്ടി നമ്മൾ അവരെ അസിസ്റ്റ് ചെയ്യണം. പിന്നെ അവരുടെ ഡെയിലി കെയർ, അതായത് കുളിപ്പിക്കുന്ന കാര്യങ്ങൾ, ഡ്രസ്സ് ഇടാന്, ഫുഡ് കൊടുക്കാൻ വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മെയിൻ ആയിട്ട് അവരെ ഇപ്പം കിടപ്പിലായ രോഗികളാണ്, അല്ലെങ്കിൽ കുറച്ചൊക്കെ സ്ട്രോക്ക് വന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, മൊത്തം കിടപ്പിലല്ല പകുതി കിടപ്പിലായ രോഗികളുണ്ടല്ലോ, അങ്ങനെയുള്ള രോഗികൾക്കൊക്കെ നമ്മൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. കൈയും കാലും ഒക്കെ നനക്കാനും മസാജ് ചെയ്ത് കൊടുക്കാനും, ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഹെൽപ്പ് മെയിൻറ്റെയിൻ എ ക്ലീൻ കംഫർട്ടബിൾ എൻവയോൺമെന്റ്. അതായത് നീറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, അവർ കിടക്കുന്ന പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കുക, ബെഡ്ഷീറ്റ് ഒക്കെ ഡെയിലി മാറ്റുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചേഞ്ച് ലിനൻസ് ആൻഡ് ഷീറ്റ്സ്. ലിനൻസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ബെഡ്ഷീറ്റിന് പറയുന്നതാണ് ലിനൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ഡെയിലി അവർക്കൊന്ന് മാറ്റി കൊടുക്കുക, ചീത്തയായെങ്കിൽ ഡെയിലി മാറ്റണം നമ്മൾ. പിന്നെ when working in a home-based environment, they also provide additional routine housekeeping services including purchasing food and preparing and serving special diets to patients. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ചിലപ്പോൾ നമ്മൾ ഹോം കെയറിൽ വീട്ടിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള അന്തരീക്ഷത്തിലൊക്കെ ആണെങ്കിൽ പേഷ്യന്റ് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ നമ്മളൊന്ന് വാങ്ങിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാനും അവർക്കത് ഒന്ന് വിളമ്പി കൊടുക്കാനൊക്കെ നമ്മൾ ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. കാരണം നമുക്കറിയാലോ, പേഷ്യന്റ് കെയർ ആണ് നമുക്ക് ഇമ്പോർട്ടന്റ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു GDA സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് GDA, കണ്ടക്ട് ഫോർ GDA എന്ന് വെച്ചാൽ നമ്മളൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരിടത്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കുറെ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അപ്പൊ ആ നിയമങ്ങളാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതിന്റെ ആദ്യത്തെ കോഡ് ഓഫ് കണ്ടക്ട് ആണ് ഇൻഫോംഡ് കൺസെന്റ്. ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പേഷ്യന്റ് എന്തെങ്കിലും പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ഇപ്പോൾ കീമോതെറാപ്പി കൊടുക്കാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ റേഡിയേഷൻ കൊടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ പേഷ്യന്റിനെ അല്ലെങ്കിൽ പേഷ്യന്റ് റിലേറ്റീവ്സിനെ നമ്മൾ അത് ഇൻഫോം ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒപ്പെടുക്കണം, ഒരു സൈൻ എടുക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതാണ് ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത്. കാരണം പേഷ്യന്റ് എല്ലാ റൈറ്റ്സും ഉണ്ട്, എന്താണ് അവർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രൊസീജിയർ എന്നുള്ളത്. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. അപ്പൊ ഇൻ കേസ് നഴ്സുമാർ അത് മറന്നു പോയെങ്കിൽ നമ്മളാണ് അത് ഉത്തരവാദിത്വം എടുക്കേണ്ടത്, നമ്മളത് ഇൻഫോം ചെയ്യണം. നെക്സ്റ്റ് വരുന്ന കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്, അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ രഹസ്യമായിട്ട് വെക്കണം, അതായത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ആരുടെ കാര്യമാണ് ഷെയർ ചെയ്യാൻ പാടില്ലാത്തത്, പേഷ്യന്റ് മെഡിക്കൽ ഡീറ്റെയിൽസ്. ഇപ്പൊ പേഷ്യന്റ് ഇന്ന അസുഖമാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഫോം ചെയ്യാൻ വേണ്ടി പാടില്ല. അതായത് നമ്മൾ സിംപ്ലി അടുത്ത് കിടക്കുന്ന രോഗികളോടൊക്കെ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനോടൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല. നമ്മൾ ആകെ ഷെയർ ചെയ്യാൻ പാടുള്ളത് എവിടെ, മെഡിക്കൽ നമ്മുടെ സെയിം പ്രൊഫഷണലുമായിട്ടുള്ള ആൾക്കാരുമായിട്ട് പറയാം. അല്ലാതെ നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേറെ ആരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പാടില്ല. പേഷ്യന്റ് കംപ്ലൈന്റ് ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഒരു ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, പേഷ്യന്റും നമ്മളും തമ്മിലുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ അത്യാവശ്യമാണ് ഒരു ട്രീറ്റ്മെന്റിന്റെ സക്സസ്ഫുള്ളിന്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, പേഷ്യന്റ് ഇപ്പം നമ്മുടെ ഭാഷ അറിയത്തില്ല, മലയാളിയല്ല, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ പേഷ്യന്റ് ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് അങ്ങനെയൊരു ട്രാൻസ്ലേറ്ററിനെ നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെ കുറിച്ചും പേഷ്യന്റിന്റെ പ്രോഗ്രസിനെ കുറിച്ചും മെഡിക്കേഷനെ കുറിച്ചും അതിന്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ചും എല്ലാം നമ്മൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മളത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് വരുന്ന കൾച്ചറൽ കൺസേൺസ്. അതായത് കൾച്ചറൽ കൺസേൺസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമുക്കറിയാം, നമ്മൾ പലതരത്തിലുള്ള റിച്വൽസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതായത് ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ അങ്ങനെയുള്ള കൾച്ചറിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അപ്പം ഒരിക്കലും അവരെ കളിയാക്കാനൊന്നും പാടില്ല. ഇപ്പൊ ചില ആൾക്കാർ പറയും സർജറി ഇന്ന സമയം മതി, ആ സമയം കഴിഞ്ഞിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കണം. അങ്ങനെയുള്ള കൺസേണുകൾ നമ്മൾ പരിഗണിക്കുന്നതാണ്.
നെക്സ്റ്റ് വരുന്ന കമ്മ്യൂണിക്കേഷൻ വിത്ത് പേഷ്യൻസ് ഫാമിലി. ഇപ്പം നമ്മൾ കമ്മ്യൂണിക്കേഷൻ വിത്ത് പേഷ്യൻറ്റും അതുപോലെ തന്നെ പേഷ്യൻ്റ് ഫാമിലിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പേഷ്യൻറ്റിനേക്കാളും ആൻസൈറ്റി കാണും, ഉത്കണ്ഠ കാണും പേഷ്യൻ്റ് റിലേറ്റീവ്സിന്. എന്താണ് പേഷ്യൻ്റെ അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യൻ്റ് റിലേറ്റീവ്സിനോട് നമ്മൾ പേഷ്യൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, ഡെയിലി പ്രോഗ്രസ് എന്താണ് എന്ന് നമ്മൾ ഇൻഫോം ചെയ്യണം. അപ്പം നമ്മളത് ചെയ്യേണ്ട കാര്യമില്ല, അത് ഡോക്ടേഴ്സ് ഡെയിലി വന്ന് ഇൻഫോം ചെയ്യും. നിങ്ങളൊക്കെ കണ്ടിട്ട് കാണും, വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ 11 മണിക്കൊക്കെ ഡോക്ടേഴ്സ് വന്നിട്ട് പേഷ്യൻ്റെ കണ്ടീഷനെ കുറിച്ച് ഡെയിലി റിലേറ്റീവ്സിനോട് സംസാരിക്കും. അപ്പം അത് നമുക്കറിയാം, നമ്മൾ അതെല്ലാം അതിനുള്ള റൈറ്റ്സ് പേഷ്യൻറ്റിനും പേഷ്യൻ്റെ ഫാമിലിക്കും ഉണ്ട്. കാരണം അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയണമെന്ന് അവർക്ക് നിർബന്ധമാണ്. അത് നമ്മളത് നടത്തി കൊടുക്കണം. നെക്സ്റ്റ് വരുന്ന ബിസിനസ് റിലേറ്റഡ് ഇഷ്യൂസ്. ബിസിനസ് റിലേറ്റഡ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല ഹോസ്പിറ്റലിൽ. അതായത് നമ്മൾ ജെൻഡർ റിവീലൊക്കെ ഉണ്ടല്ലോ. ഇപ്പം വിദേശ രാജ്യങ്ങളിൽ ജെൻഡർ റിവീൽ നമുക്ക് പറ്റും, പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ജെൻഡർ റിവീൽ പറ്റത്തില്ല. ഇപ്പം ആണാണോ പെണ്ണാണോ കൊച്ചുങ്ങൾ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടേഴ്സിന് അതറിയാം, പക്ഷെ ഒരിക്കലും അത് പറയാനുള്ള റൈറ്റ്സ് അവർക്കില്ല. അതിന് നമുക്കറിയാം, നമുക്കതിന് ഫൈൻ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഹോസ്പിറ്റലിൽ എൻ്റർടൈൻ ചെയ്യിക്കാറില്ല. നെക്സ്റ്റ് വരുന്ന ഫോളോ ഹോസ്പിറ്റൽ ഗൈഡ് ലൈൻസ്. ഫോളോ ഹോസ്പിറ്റൽ ഗൈഡ് ലൈൻസ് എന്ന് ഇത്രേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. അതായത് നമ്മുടെ ഹൈജീനിന്റെ കാര്യം, പേഷ്യൻ്റ് കെയറിന്റെ കാര്യത്തിൽ. അപ്പം അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിനും പേഷ്യൻറ്റിന് കൂടുതൽ നല്ല കെയർ കൊടുക്കുന്നതിനും വേണ്ടിയാണ്. നമുക്കറിയാം ഹൈജീനിക് ടെക്നോളജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോവിഡിന്റെ ഒക്കെ സമയത്ത് നമ്മൾ മാസ്ക്, ഗൗൺ, ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് പേഷ്യൻറ്റിനെ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയുള്ള പേഷ്യൻറ്റിനെ ഒരു ഐസൊലേഷൻ റൂമിൽ കിടത്തും. അതെന്തിനു വേണ്ടിയാണ്? ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോളോ ഹോസ്പിറ്റൽ ഗൈഡ് ലൈൻസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളത് പാലിച്ചേ പറ്റുള്ളൂ. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് അക്കൗണ്ടബിലിറ്റി. അതായത് ഒരു GDS സ്റ്റാഫ് ചില ആക്ഷൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ അതിനുള്ള ഉത്തരവാദിത്തങ്ങൾ കാണിക്കണം. നമുക്കറിയാം, ചില പേഷ്യൻ്റ് പെട്ടെന്ന് വീണു പോവുകയാണ്, അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കേണ്ടത് നമ്മളാണ്. അപ്പം നമുക്ക് നല്ല ഉത്തരവാദിത്ത ബോധം ഉണ്ടായിരിക്കണം. അതാണ് അക്കൗണ്ടബിലിറ്റി. ഇപ്പം നമ്മൾ കണ്ട GDയുടെ കോഡ് ഓഫ് കോണ്ടക്ട് എന്തൊക്കെയാണ്? ഇൻഫോംഡ് കൺസെന്റ്, കോൺഫിഡൻഷ്യാലിറ്റി, കമ്മ്യൂണിക്കേഷൻ, കൾച്ചറൽ കൺസേൺസ്, കമ്മ്യൂണിക്കേഷൻ വിത്ത് പേഷ്യൻ്റ് ഫാമിലി, ബിസിനസ് റിലേറ്റഡ് ഇഷ്യൂസ്, ഫോളോ ഹോസ്പിറ്റൽ ഗൈഡ് ലൈൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് എന്താണെന്നൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല എന്താണ് ഈ പോയിന്റ്സ് കൊണ്ട് അർത്ഥമാക്കുന്നതെന്നുള്ളത്. അപ്പം അത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത സെക്ഷൻ നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഓൾ.